മുക്കിന് ബി.ജെ.പിയുടെ അഴിമതി പറഞ്ഞ് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയ കാലത്ത് കാട്ടിക്കൂട്ടിയ അഴിമതികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള പുതിയ ന്യൂജൻ പിള്ളേർ വരെ മൂക്കത്ത് വിരൽ വയ്ക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 15 വർഷം നരേന്ദ്രമോദി തുടർച്ചയായി ഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് വളർന്നു വന്ന പുതിയ വോട്ടർമാർക്ക് കോൺഗ്രസിൻ്റെ പഴയകാല അഴിമതികളൊന്നും അറിയാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം അതറിയണമെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരിക്കണം. എന്തായാലും ആ സമയത്ത് ജീവിച്ചിരുന്ന അക്കാലത്തെ ആൾക്കാരാണ് ഈ അഴിമതിയെല്ലാം കണ്ട് മടുത്ത് പിന്നെ ബി.ജെ.പി. സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. എന്നാൽ ഇപ്പോൾ ഈ ബി.ജെ.പി. സർക്കാർ യാതൊരുവിധ അഴിമതിയും കാണിക്കുന്നില്ല എന്നുള്ളതല്ല, ഒരു അഴിമതി കറ പോലും പുരളാത്ത ഒരു സർക്കാരായി 3ാമത്തെ ടേമിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. 2000 കോടി രൂപയാണ് രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ മമ്മിയായിട്ടുള്ള സോണിയ ഗാന്ധിയും കൂടെ തട്ടിക്കാനായി നോക്കിയത്. നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹിയിലെ പ്രത്യേക കോടതിയിൽ ബുധനാഴ്ച മുതൽ ദിവസേനയുള്ള വാദം കേൾക്കൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതായി കേസ് മുഴുവൻ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിച്ചത്. കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ഇഡിക്ക് വേണ്ടി ഹാജരാകാൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ്.വി. രാജു അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ സ്വത്തുക്കൾ 2000 കോടി രൂപ വിലമതിക്കുന്നുണ്ടെന്നും ഇത് സോണിയ ഗാന്ധിയും മോനായിട്ടുള്ള രാഹുൽ ഗാന്ധിയും തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും പറയുന്നു. മാത്രമല്ല, മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡിന് പരസ്യ പണം നൽകുന്നുണ്ടായിരുന്നു. CBI ജഡ്ജി സ്പെഷ്യൽ ജഡ്ജി വിശാൽ ഗോഖ്നെയാണ് ഈ ഉന്നത കേസ് പരിഗണിക്കുന്നത്. അസോസിയേറ്റ് ജേർണൽ ലിമിറ്റഡ് നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഈ ഒരു പത്രം സ്ഥാപിച്ചത്. യങ് ഇന്ത്യ പത്രം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടന്നതായും ഇഡിക്ക് വേണ്ടി എസ്.വി. രാജു പറഞ്ഞു. കോൺഗ്രസിൽ നിന്നെടുത്ത 90 കോടി രൂപയുടെ വായ്പയ്ക്ക് 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ ദഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും 76% ഓഹരികൾ അതിൽ ശേഖരിച്ചിരുന്നു. പോരാത്തതിന് അതേസമയം വ്യാജ കമ്പനിയിലൂടെ നേടിയ വരുമാനമാണ് ഇത് കുറ്റകരമാണ്. ഈ മുഴുവൻ കേസിലും സോണിയ ഗാന്ധി 1ാം പ്രതിയും രാഹുൽ ഗാന്ധി 2ാം പ്രതിയുമാണ്. നാഷണൽ ഹെറാൾഡിന്റെ പ്രസാധകരാണ് അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡ്. ഉടമസ്ഥാവകാശം യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിനാണ്. സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിയമവിരുദ്ധമായി 142 കോടി രൂപ വരുമാനം ശേഖരിച്ചിരുന്നുവെന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.